വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി നിങ്ങൾക്ക് വേണ്ടി ബ്ലൂ വാട്ടർ അക്വേറിയം. ഇന്ന് മനുഷ്യർ പലവിധ ജീവികളെ മെരുക്കിയെടുത്ത് അതിനെ വളർത്തുമൃഗങ്ങളായി അല്ലെങ്കിൽ വളർത്തു ജീവികളായി വീടുകളിൽ പരിപാലിക്കുന്നു. തവള, ഓന്ത്, ഒച്ച്, പാമ്പ്, മലമ്പാമ്പ്, സിംഹം, കുരങ്ങ്, പലവിധ ആമകൾ, പലതരം മത്സ്യങ്ങൾ, ഇങ്ങനെ അനേക ജീവികളെ പരിപാലിക്കുന്നു. ഇന്ന് അലങ്കാര മത്സ്യങ്ങളെ അക്വേറിയങ്ങളിൽ വളർത്തുന്നത് പോലെ സർവ്വസാധാരണമായ ഒരു ഹോബിയാണ് ആമകളെ വളർത്തുക എന്നുള്ളത്. മിക്ക എല്ലാ ആമകളെയും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ ഉൾപ്പെടുത്തി ബാൻ ചെയ്തിരിക്കുന്നു. അതിനെ വളർത്തുകയോ വിൽക്കുകയോ മേടിക്കുകയോ ചെയ്യുന്നത് നിയമപരമായി നിരോധിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ആമകളെ വളർത്താൻ കഴിയുന്നത്? ബാൻ ചെയ്യപ്പെടാത്ത മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആമകളെയാണ് ഇന്ത്യൻ ഫാമുകളിൽ വളർത്തിയെടുത്ത് പ്രജനനം നടത്തിയാണ് വിൽക്കുന്നതും മേടിക്കുന്നതും. 2 തരത്തിലുള്ള ആമകളാണ് പ്രധാനമായും നാം കാണുന്നത്. ഒന്ന് കരയാമ, അതിന് ടോർട്ടോയ്സ് എന്ന് പറയുന്നു. 2 കരയിലും വെള്ളത്തിലും കഴിയുന്ന കുള ആമകൾ, അതിന് ടർട്ടിൽസ് എന്ന് പറയുന്നു. കരയാമയും കുളയാമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇനി പറയുന്നവയാണ്. ടൊട്ടോയിസ് അല്ലെങ്കിൽ കരയാമ. ടൊട്ടോയിസ് സാധാരണമായി സർവ്വഭോജികളാണ്. പ്രധാനമായും കരയാമകൾ സാധാരണ സസ്യഭുക്കുകളാണ്. പഴവർഗ്ഗങ്ങൾ ഏറ്റവും അധികമായി ഇഷ്ടപ്പെടുന്നു. കരയാമകളുടെ പുറന്തോട് ഭാരമേറിയതും കരുത്തുമായ ഷെല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ടൊട്ടോസിന്റെ പിൻകാലുകൾ ആനകളുടെ കാലുകൾ പോലെ തോന്നിക്കും. ഇവ അധിക സമയം കരയിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ടർട്ടിൽസ്, കുള ആമകൾ. സർവാഹാരിയായ ഇവ കയ്യിൽ കിട്ടുന്ന എന്തും ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ ടർട്ടിൽസിന്റെ പുറന്തോട് വളരെ നേർത്തതും പരന്നതുമാണ്. ഇതിന്റെ പിൻകാലുകൾ വെള്ളത്തിൽ നീന്താൻ പറ്റുന്ന തുഴ പോലെ കാണപ്പെടുന്നു. ടർട്ടിൽസിന് സാധാരണയായി 80 മുതൽ 150 വർഷം വരെയാണ് ആയുസ്സുള്ളത്. എന്നാൽ ടർട്ടിൽസ് സാധാരണയായി 20 മുതൽ 40 വർഷം വരെയാണ് ജീവിച്ചിരിക്കുന്നത്. ടർട്ടിൽസിനെ അക്വേറിയങ്ങളിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1. സ്പേസ് ആൻഡ് ഹൗസിംഗ്. നിങ്ങളുടെ ആമകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ്. കുറഞ്ഞത് 20 ഗാലൻ വെള്ളം കൊള്ളുന്ന ടാങ്ക് ഉണ്ടാക്കുക. ആമ ചാടിപ്പോകാതിരിക്കാൻ അതിനൊരു അടപ്പും വെക്കുന്നത് നല്ലതാണ്. താപനില. ടാങ്കിൻ്റെ താപനില 23 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്താൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ശരീരം ഉണങ്ങാൻ ആവശ്യമായ 32 ഡിഗ്രി സെൽഷ്യസ് മുതൽ 53 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഒരു ബാസ്റ്റിംഗ് സ്ഥലവും ക്രമീകരിക്കണം. ഇതിനായി UVB ലൈറ്റ് ഉപയോഗിക്കാം. 3. ലൈറ്റിംഗ്. ആമയുടെ പുറന്തോടിന് കാൽഷ്യം ലഭിക്കേണ്ടതിനും MBD എന്ന രോഗപ്രതിരോധത്തിനും UVB ലൈറ്റിംഗ് ഉപയോഗിക്കുക. നേരിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ UV ലൈറ്റിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത സ്ഥലത്ത് 12 മുതൽ 14 മണിക്കൂർ വരെ UVB ലൈറ്റ് ഉപയോഗിക്കണം. അതുപോലെ 10 മുതൽ 12 മണിക്കൂർ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ജലക്രമീകരണം. കുടിക്കാൻ ഒരു ചെറുതായ ജലധാര ഉണ്ടാക്കുന്നത് നല്ലതാണ്. കൂടാതെ ആമകൾക്ക് പൂർണ്ണമായി മുങ്ങാനും നീന്താനും ഉള്ള ആഴമുണ്ടായിരിക്കണം. ഭക്ഷണം. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലകൾ എന്നിവയൊക്കെ നൽകാം. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പുഴുക്കൾ, ചെമ്മീൻ പോലെയുള്ള ഭക്ഷണങ്ങളും നൽകാം. 5. ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങൾ ക്രമീകരിക്കുന്നത് നല്ലതാണ്. പാറകളും സസ്യങ്ങളും മറഞ്ഞിരിക്കാനുള്ള സ്ഥലങ്ങളും ഉൾപ്പെടുത്തുക. ഇത് ആമകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. 6. ഹൈജീൻ. ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും വളർച്ച തടയാൻ താമസ സ്ഥലം സ്ഥിരമായി ശുചിയാക്കുക. നിങ്ങളുടെ ടാങ്കിൽ ഒരു നല്ല ഫിൽട്രേഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ വെള്ളത്തിൽ ഇക്കോസിസ്റ്റം നിലനിൽക്കുകയുള്ളൂ. അതിനായി ഒരു നല്ല DIY ഫിൽട്ടർ ഉണ്ടാക്കാവുന്നതാണ്. ഒരു DIY ഫിൽട്ടറിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ചാനലിൽ തന്നെയുള്ള വീഡിയോകൾ കണ്ടു നോക്കുക. സാധാരണയായി ടാങ്കുകളിൽ വളർത്തുന്ന ചില ടർട്ടിൽസിന്റെ പേരുകൾ ഇവിടെ കൊടുക്കുന്നു. Turtles. What turtles? Africa sandneck turtle. നിങ്ങളൊരു ആമയെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുവദനീയമായത് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്തപക്ഷം മാനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും സമയനഷ്ടത്തിനും ഒരുപക്ഷെ നിങ്ങളുടെ ഹോബി കാരണമായി തീരാം.
ഒരു കാരണവശാലും തോട്ടിലോ കുളത്തിലോ കാണുന്ന ആമകളെ പിടിച്ച് അക്വേറിയങ്ങളിൽ വളർത്തരുത്. പിടിക്കപ്പെട്ടാൽ അത് വളരെ വലിയ കേസായിത്തീരും. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും.